ഈമാനുള്ള മരണം വേണോ? മുസ്ലിമായി മരിക്കണോ? പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നിന്റെ ഇരു കരങ്ങൾ ഉയർത്തിക്കെട്ടോ പടച്ചവനോട് ദുആ ചെയ്യുമല്ലോ. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാതികളുമൊക്കെ പടച്ചറപ്പിനോട് പറയുമല്ലോ. ആ പറയുന്ന സമയത്ത് നീ അല്ലാഹുവോട് പറയണം, അല്ലാ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. പടച്ചവനോട് നീ മറക്കാതെ ദുആ ചെയ്യണേ, പടച്ചവനോട് മറക്കാതെ ദുആ ചെയ്യണേ. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ്, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാ മരിക്കുന്നതിന് മുമ്പ് തൗബ നീ ചെയ്യണേ. തൗബ ചെയ്തിട്ടേ നീ മരിക്കാവൂ. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മോനെ ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല. ഞാനും നിങ്ങളും മലക്കുകളല്ലല്ലോ, നമ്മളും മനുഷ്യന്മാരാണല്ലോ, വികാര വിചാരങ്ങളുള്ളവരാണല്ലോ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണല്ലോ. ആദമിന്റെ സന്താനം മുഴുവനും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ലവൻ പാപം ചുമക്കുന്നവനല്ല, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പടച്ചവനെ അതിനാണ് മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹ് കൊണ്ടുവരുന്ന അവസാന സമയത്തെങ്കിലും അല്ലാഹുവോട് പറയണം, നാഥാ ഒരുപാട് തെറ്റുകൾ വന്നുപോയി അല്ലാ. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല, ഒന്ന് റബ്ബിനോട് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നിന്റെ കൈകാലുകൾ മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാ, കൈകാലുകൾ മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആ മരണത്തിന്റെ വേള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. മലക്കുകളോട് സംസാരിക്കുന്ന സമയം, മലക്കുകൾ നമ്മളോട് പറയുന്ന സമയം, ആ സമയത്താണ് ഒരു വിഭാഗം കടന്ന് യാചിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹ് ഒരുപാട് സമയം തന്നിട്ട് നന്നാകാത്തവനെ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഒന്ന് പറയടാ, അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പശ്ചാത്തപിക്കടാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയാനുള്ളത് മുഴുവനും പറഞ്ഞുകൊണ്ടൊന്ന് കഴുകിക്കളയടാ. നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണ. നിനക്ക് സമയമില്ല, നിനക്ക് തിരക്കാണെങ്കിൽ ദുആ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ, പടച്ചവനെ വഅദിന്റെ സദസ്സുകളിൽ ദുആ ചെയ്യാൻ, സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ദുആ ചെയ്യാൻ, കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യാൻ, വെള്ളിയാഴ്ച രാവിലെ ഇരുന്ന് ദുആ ചെയ്യാൻ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ, ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യാൻ, 40 പേര് കൂടുന്ന സ്ഥലത്തിരുന്ന് ദുആ ചെയ്യാൻ ഇജാബത്തിന്റെ സ്ഥലമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതെന്ന ഒരുപാട് മജ്ലിസുകൾ നിന്റെ മുന്നിൽ വന്നു, ഒരുപാട് സദസ്സുകൾ നിന്റെ മുന്നിൽ വന്നു. സമയമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സമയമില്ലെങ്കിൽ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ, ഒരു സെക്കൻഡ് മതിയല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരൊറ്റ മിനിറ്റ് മതിയല്ലോ മുസ്ലിമേ.
എങ്കിലും മരണം വരുന്നതിന് മുമ്പ് നീ ഒന്ന് തൗബ ചെയ്യണേ. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ നിന്റെ പാപം പൊറുക്കുമല്ലോ. ഇങ്ങനെയെങ്കിലും നീ ഒന്ന് തൗബ ചെയ്യണേ. സമയമില്ലാത്തവനാണ്. മരണം കണ്ണിന്റെ മുന്നിൽ വന്നപ്പോ അവിടെ നിന്ന് പറയുന്നു, നാഥാ ഒരവസരം താ അല്ലാഹ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയത്തും നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒന്ന് മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കണം. സമയം കുറവാണ്, നമുക്കൊക്കെ തിരക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യുമ്പോഴെങ്കിലും അല്ലാഹുവോട് പറയണം, ഈമാനുള്ള ഒരു മരണം തരണേ. അങ്ങനെ ദുആ ചെയ്യ്, അല്ലാഹു നിനക്ക് ഈമാനുള്ള മരണം തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. സമയമില്ല, ഒരുത്താർക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. ദുആ ചെയ്യാനോ ദുആയുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുവാനോ ഒന്നിനും സമയമില്ല. തിരക്ക് പിടിച്ച ജീവിതം. മോനെ ഒരസ്തഗ്ഫിറുല്ലാഹ് പറ, ഒരസ്തഗ്ഫിറുല്ലാഹ് പറ. ഏതുവരെ? ഈ തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നത് വരെ. അപ്പ ചെയ്താലും മതി. ആ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന അവസാന സമയം, ആ സമയത്ത് വേണമെങ്കിൽ നീ തൗബ ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെയാണ് അല്ലാഹുവിന്റെ കരുണ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കേണ്ടത് അവിടെയാ. എവിടെ? ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ റൂഹ് പിടിച്ച് ഇവിടെ വരുമ്പോ ആ സമയത്തെങ്കിലും പറഞ്ഞാൽ മതി, അല്ലാഹ് നിനക്ക്